പ്രശാന്തേട്ടാ, നമ്മുടെ ഭാഗ്യലക്ഷ്മി എപ്പോഴും മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെതിരെ പ്രതികരിക്കുന്ന ഭാഗ്യലക്ഷ്മി ഇന്നലെയും മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെതിരെ പ്രതികരിച്ചു. പക്ഷെ ആള് മാറിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആഷിക് കപൂറിനെതിരെ പ്രതികരിച്ചത് യഥാർത്ഥ പവർ ഗ്രൂപ്പ് അല്ലേ? 3 മാ ചേർന്നുള്ള പവർ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞല്ലോ. മയക്കുമരുന്ന്, മാപ്രകൾ, പിന്നെ പറഞ്ഞ കൂടെ പറഞ്ഞല്ലോ മയക്കുമരുന്ന്, മാപ്രകൾ, മട്ടാഞ്ചേരി മാഫിയ. അതിലൊരു മട്ടാഞ്ചേരി മാഫിയയിലെ ഒരു ആഷിക് കപൂറിനെതിരെ പ്രതികരിച്ചു. ന്യായമായിട്ടുള്ളൊരു ഡൗട്ട്, ചിലപ്പോൾ ബാലിശമായിട്ട് തോന്നും. നമ്മളെ വിജയ് പി നായരെ കൈകാര്യം ചെയ്തതുപോലെ ആഷിക് കപൂറിനെ വീട്ടിൽ കയറി ഭാഗ്യലക്ഷ്മി കൈകാര്യം ചെയ്താൽ അവരെ നമോവാങ്കം. എനിക്ക് ധനുഷ് പറഞ്ഞതല്ലേ, എനിക്ക് ഇവരെ വലിയ ഇഷ്ടമുള്ള സ്ത്രീയല്ല എന്നുള്ള കാര്യം പറയാറുണ്ട്. പക്ഷെ ഇന്നലത്തെ അവരുടെ നിലപാട് നല്ല നിലപാടെന്നല്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവർ ന്യായമായ കാര്യത്തിനെതിരെ നിലപാടെടുക്കുന്ന സ്ത്രീയാണ്. അവിടെ ആ ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലായി. ഇന്നലെ അവര് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സംഘടനയൊക്കെ ഉണ്ട് തോന്നുന്നു. ഈ സ്ത്രീകളെ എല്ലാം വിളിച്ചുകൊണ്ടിരുത്തിയാണ് പറഞ്ഞത്, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, ന്യായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളരെ വലിയ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പുരുഷാധിപത്യം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കുന്ന മാധ്യമങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിനെയൊക്കെ മറികടന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതിന് WCCI അത് അർത്ഥത്തിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തെ നടക്കുന്നതും ലോകത്തെ നടക്കുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം, ഇതിനകത്ത് WCCIക്കകത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷിക്കെതിരെ വരിക, അവരുടെ ഭർത്താവിനെതിരെ വരികയൊക്കെ ചെയ്തപ്പോൾ അതിന് മൗനം പാലിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ ന്യായത്തിന്റെ കൂടെ, സ്ത്രീകളുടെ ഉയർച്ചയ്ക്കും സ്ത്രീകളുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിലുണ്ടാകുന്ന പുറകോട്ടടിക്കലിനും ഒക്കെയാണ് അല്ലെങ്കിൽ സ്ത്രീ സംഘടിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് സംഘടിച്ചത്. അതിനുവേണ്ടിയാണെന്നാണ് ഞാൻ കരുതിയത് WCCI. WCCI എന്താണ് മിണ്ടാത്തത്? രേവതിക്കെതിരെ വന്ന ആരോപണത്തിന് എന്താണ് WCCI മിണ്ടാത്തത്? WCCI എന്ന് പറയുന്ന, ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്ന WCCI എന്ന് പറയുന്ന, അവർ പറയുന്നതാണ് ഞാൻ പറയുന്നത്, WCCI എന്ന് പറയുന്നത് 4-5 പേര് കൂടിയിരുന്നിട്ട് ഒരു സംഘടനയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അതിന്റെ രീതികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ചർച്ചയോ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള. എന്റെ ഒരു ചോദ്യമുണ്ട്, WCCI ദിലീപിനെ ഒതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. ചില സമയത്ത് അതുപോലെ അല്ലല്ല, ഒരു ഉറപ്പായിട്ട് അത് തന്നെയല്ലേ. WCCI എന്ന് പറയുന്ന ഇത് ഉണ്ടാവുന്ന എന്നാണ് ആ കേസിന് ശേഷം ഉണ്ടാവുന്നതാണ്. ആ കേസിന് ശേഷം ഉണ്ടാവുകയും അതിനുശേഷം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളി വരുമ്പോൾ ഇവര് മാത്രമേ ഇതിനകത്ത് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് ഭാഗ്യലക്ഷ്മി ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം തന്നെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. നമ്മൾ അത്രയും വിചാരിച്ചില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ പോയി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ന്യായമായ അഭിപ്രായം. അതിനുശേഷം ഈ അമ്മയ്ക്കകത്ത് 10-250 സ്ത്രീകളുള്ള ഒരു സംഘടനയാണ്. അതിനകത്തു നിന്നുള്ള സ്ത്രീകളുടെ അഭിപ്രായം ചോദിക്കണ്ടേ? പോസിറ്റീവോ നെഗറ്റീവോ അവരെന്താണെന്ന് വെച്ചാൽ പറയട്ടെ. വേറെ സംവിധായകന്മാരുടെ സംഘടനയുണ്ട്, അതിനകത്തും ചോദിക്കണ്ടേ. ഏതാണ്ട് 10-20 CATU അഫിലിയേറ്റഡ് യൂണിയനുകളുണ്ട്, സംഘടനകളുണ്ട് ഇതിനകത്ത്. ആ സംഘടനകളിനകത്തൊന്നും അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി ആകെ ചോദിച്ചേക്കുന്നത് WCCI ആണ് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. അതിനുശേഷം ഇത് പുറത്തു വരണമെന്ന് അവർ പറയുന്നു. പുറത്തു വന്നതിന് ശേഷം ഇതിന്റെ പുറകിൽ വരുന്ന ഗുലുമാലുകളെല്ലാം ഒരു പരിധി വരെ പുറകിൽ നിന്ന് ഏറ്റെടുപ്പിക്കുന്ന അവരാകുന്നു. അവസാനം ഇപ്പം ഇതിനൊരു ഒതുക്കം എപ്പോഴാണ് ഒരു ഗായിക തമിഴ്നാട്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഈ ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, സിനിമ ഫീൽഡ് ശ്രദ്ധിക്കണം, നശിച്ചു പോകാതെ പോകേണ്ട ഒരു വ്യവസായമാണല്ലോ, 10,000-കണക്കിന് ആൾക്കാർ അതിനകത്ത് പണി ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിനകത്ത് ഡ്രഗിന്റെ ഉപയോഗമുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യുന്നത് ആഷിക് കപൂറും റീമ കല്ലിക്കലുമാണ്. അവർ പലയിടത്തും പാർട്ടി നടത്തുന്നു. ആ പാർട്ടികളിൽ പല പെൺകുട്ടികളും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കുന്നതിന് ഭയമാണെന്ന് എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പേഴ്സണലി പറയുന്നു. ഇതാണല്ലോ വന്നത്. ഇതിന് ശേഷമാണല്ലോ ഈ ആരോപണങ്ങൾ കുറഞ്ഞല്ലോ. ഇപ്പൊ ബലാത്സംഗമില്ല. നേരത്തെ റോഡേ പോയോ ചെയ്തില്ല എന്നറിയാം. ചെയ്തെങ്കിൽ തെറ്റാണ്, ശിക്ഷിക്കപ്പെടട്ടെ. റോഡേ പോയവർ പറയുന്നു എന്നെ ബലാത്സംഗം ചെയ്യുന്നു പറയുന്നു, ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ ചെയ്തെന്ന് പറയുന്നു, ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അവിടെ ചെയ്തെന്ന് പറയുന്നു, ഇവിടെ ചെയ്യുന്നു, എന്തെല്ലാം. അതിപ്പം ധനുഷ് ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആൾക്കാർ ശ്രദ്ധിക്കാതെ കുറച്ച് ദിവസം കൊണ്ടില്ലല്ലോ. മാധ്യമങ്ങൾക്കും അതിനോട് താല്പര്യമില്ല.
അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു മോഹൻലാൽ വന്ന് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്തില്ല? നമ്മളുടെ മാത്രമാണ് ചർച്ച ചെയ്തത്. മോഹൻലാൽ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ഇത് തന്നെയാണ് ഇതിനെക്കാട്ടിലും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് മയക്ക് മരുന്ന്. അതാ മോഹൻലാൽ പറഞ്ഞത്. അതാണ് ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ധനുഷ് കഴിഞ്ഞ ദിവസം, ധനുഷല്ലേ ശ്യാമാന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്ന് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരറിയാതെ കൊടുക്കുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ആരാണ് ഈ ഒരു ചിരി പമ്പർച്ചിരിക്കാത്ത സ്ത്രീയുടെ പേര് മഞ്ജുപിള്ള പറഞ്ഞെന്ന് മോളെ നീ എവിടെയെങ്കിലും പോയാൽ ഒരു ഡ്രിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ധനുഷ് പറയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുക, സ്റ്റാമ്പ് ഇടും, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഈ സ്റ്റാമ്പ് ഒരു അത് ഇട്ട് കഴിഞ്ഞാൽ 30 സെക്കൻഡ് കൊണ്ട് അരിഞ്ഞു പോകും. അപ്പം ഇത് എന്നിട്ട് ഫോട്ടോ എടുത്ത് വെക്കുവോ? അപ്പം ഒരു പെൺകുട്ടി മയക്കുമരുന്ന് അടിമപ്പെട്ട് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി അതിനെ ശാരീരിക ചൂഷണത്തിന് അല്ലെങ്കിൽ ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിച്ചാൽ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരാതി കൊടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഈ പൃഥ്വിരാജിന്റെ സെറ്റിൽ നടന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സെറ്റുകളിൽ ഇതിനുള്ള പ്രൊമോഷൻ നടക്കുന്നതല്ലേ ഇപ്പൊ ആരോപണം. അപ്പം ഈ പറയുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനും ആ ചൂഷണം ചെയ്യുന്നതും തിരിച്ചറിഞ്ഞ സ്ത്രീക്ക് പരാതി കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്കും ഒരു അവസ്ഥയിൽ മയക്കുമരുന്ന് കൊടുത്ത് അതിന് വിധേയമാക്കുന്ന ഒരാളാണ് ആഷിഖ് കപൂർ, റീമ കല്ലിങ്കൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ഇവരെന്തോ സ്ത്രീ സുരക്ഷ നടത്തുന്നത്? ഇവർ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇവരിപ്പോ എന്തിനു വേണ്ടിയാണ് ഈ സിനിമാ ഫീൽഡിന്, അല്ലെങ്കിൽ നമ്മുടെ സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ കലയാണ്. കലയെന്നും നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കണ്ടിട്ട് കലയെന്നും നല്ല കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്, ഒരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു സമൂഹത്തിന് തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയാണ് കല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ഏത് തിരുത്തലാണ് വരുത്തുന്നത്? വലിക്കണം, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മോശമായ രീതിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നമ്മുടെ അംഗീകരിച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് ബ്രേക്കപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സമൂഹത്തെ വേറെ രീതിയിൽ വഴിതിരിച്ചു വിടണം. എന്റെ പൊന്നി, ഇവരൊക്കെ ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വം എന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു സമത്വം വേണ്ടെന്ന്? ഈ ഭാരത സംസ്കാരം നോക്ക്, ഇവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഭാരത സംസ്കാരത്തിൽ 100-300 കൊല്ലം പുറകോട്ട് പോയാൽ ഇവിടെ മൊത്തം സ്ത്രീകളായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. എന്തിനു വേണ്ടി രാജ്യങ്ങൾ ഇന്ത്യയില് ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്തുണ്ടെന്ന് അറിയാമോ? അതുമൊക്കെ മറച്ചു പിടിച്ച് പുതിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉണ്ടാക്കിയ കഥയൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പം സ്ത്രീകൾക്ക് തന്നെയായിരുന്നു ഇവിടെ പ്രാധാന്യം. സ്ത്രീകൾക്ക് സമത്വം വേണമെന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്ത്രീകൾക്ക് സമത്വം ഇല്ലാത്തത്? നമ്മുടെ രാഷ്ട്രപതി സ്ത്രീയല്ലേ, എവിടെയും അംഗീകരിക്കുന്നത്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി പറയുന്നത് നമ്മുടെ അടുത്ത് ചർച്ച ചെയ്യുന്നില്ലേ? അവർ സ്ത്രീയല്ലേ? എന്നാ പിന്നെ പുരുഷാധിപത്യം ഉണ്ടായി ചർച്ച ചെയ്യണ്ടല്ലോ. ന്യായം എവിടെ പറയുന്നോ കൊള്ളാവുന്ന ഇന്ദിരാഗാന്ധി സ്ത്രീയല്ലായിരുന്നു? തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത സ്ത്രീയല്ലായിരുന്നു? പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അവർ കുഴപ്പങ്ങളുണ്ടെങ്കിലും അവർ ആർജമുള്ള സ്ത്രീയല്ലേ? അപ്പം കഴിവും മാനദണ്ഡവും ഒരു പുരുഷനും സ്ത്രീക്കും ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ എങ്ങും ആരും അംഗീകരിക്കാതിരുന്നിട്ട് കൾച്ചറൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ അതല്ല, പണ്ട് ഒരു ചുംബന സമരം നടന്നായിരുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവരുടെ പേരെന്തോ, ആ സ്ത്രീയുടെ പേരെന്തോ? രശ്മി നായർ. അന്ന് ചുംബന സമരം വലിയ വിവാദമായാലും. ചുംബന സമരം ഞങ്ങൾ നടക്കുന്ന ഈ സദാചാര വിരുദ്ധർക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ ഈ സ്ത്രീക്കും പുരുഷനും എവിടെയെങ്കിലും ഇരുന്നാൽ എതിർക്കപ്പെടുന്നതിനൊക്കെ അവസാനം ചുംബന സമരത്തിന്റെ അജണ്ട എന്തുവായിരുന്നു മനസ്സിലായല്ലോ? ചുംബന സമരത്തിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മി നായർ എന്ന് പറയുന്ന സ്ത്രീക്ക് ശരീരം വിറ്റ് ജീവിക്കുന്നതിൽ അതിനുശേഷം SP പിടിച്ചല്ലോ, ശരീരം വിൽക്കുന്നതിന് വേണ്ട പ്രൊമോഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ആൾക്കാരെ വലിച്ചടിക്കുന്നതിന് വേണ്ടി ഒരു ഇതിനെ കോക്കസ് ഉണ്ടാക്കുന്നു. അതായിരുന്നല്ലോ അവസാനം തരുന്നത്. എന്ന് പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്ന കല എന്ന് പറയുന്നതിനെയും ഏതെങ്കിലും ഒക്കെ ലോബികളുടെ പുറകെ കൊണ്ട് കിട്ടുന്നതിനും ആ ലോബികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മയക്കുമരുന്നാണെങ്കിലും സമൂഹത്തെ അവരുടെ വഴിക്ക് വഴിതിരിച്ച് വിടുന്നതിനാണെങ്കിലും അതിനുവേണ്ടിയൊക്കെ നിന്ന് കൊടുക്കുന്ന 2 കലാകാരന്മാരാണെന്നാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് ചർച്ച പോകുന്നത്. അത് പറയാൻ ആർജവം കാണിച്ച ഒരു സ്ത്രീയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി പറഞ്ഞല്ലോ, ഞാൻ കേസിന് പോവും, എനിക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എനിക്കിപ്പോ വിശ്വാസ്യതയില്ല, ഇത് ചിലരുടെ താല്പര്യത്തിനനുസരിച്ച് പോയിരിക്കുന്ന ഒരു സാധനമാണ്, ഞാൻ ആരുടെയും പീഡനത്തിനും മറ്റു കാര്യത്തിനും ഒന്നും അനുകൂലമല്ല, പക്ഷേ പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടോ, അതിന്റെ കാലതാമസം, അതിന്റെ ശരികേടും ഒക്കെ വേണം. ഇതിന്റെ സത്യം മറച്ചു പിടിച്ച ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആർജവമുള്ള സ്ത്രീയാണ്. അത്തരത്തിലുള്ള സ്ത്രീകളാണ് സ്ത്രീകൾക്കിടെ കാര്യത്തിനും അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനും അവരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നേതൃത്വത്തിൽ വരേണ്ടത്. അല്ലാതെ വേറെ ചില താല്പര്യങ്ങൾക്ക് സ്ത്രീകളുടെ പേരും പറഞ്ഞുകൊണ്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള റീമ കല്ലിക്കലിനെയും WCCയെയും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വ്യാജ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വ്യാജ ബിംബങ്ങളാണ്. അല്ലെ ഈ WCCക്ക് ഭാഗ്യലക്ഷ്മി തന്നെ പറഞ്ഞപ്പോ ഉണ്ടല്ലോ,
വേറെ പല ഇവിടെയുള്ള ഫെമിനിസ്റ്റുകൾ അടക്കമുള്ള ആൾക്കാർ ഞെട്ടിപ്പോയി. കാരണം ഭാഗ്യലക്ഷ്മി ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരു സ്ത്രീ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭാഗ്യലക്ഷ്മി പറയുന്ന നിലപാടുകൾ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഭാഗ്യലക്ഷ്മിയുടെ ബോധ്യങ്ങളിൽ നിന്നായിരിക്കും. ഭാഗ്യലക്ഷ്മി പിന്നീട് ആ നിലപാട് അങ്ങനെയല്ല, അത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ തിരുത്താനും തയ്യാറാണ്. അത് നമ്മൾ ഭാഗ്യലക്ഷ്മിയുടെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഭാഗ്യലക്ഷ്മി രാഷ്ട്രീയപരമായിട്ടൊരു നിലപാടെടുത്താലും ഭാഗ്യലക്ഷ്മി സമത്വത്തിന് എതിരെയോ അനുകൂലമായിട്ടോ ഒരു നിലപാടെടുത്താലും ആ നിലപാട് ഇപ്പോൾ ആ നിലപാടിൽ ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും മികച്ച നിലപാട് ഉള്ള ഒരാൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി അത് തിരുത്തും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ WCCക്കെതിരെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവര് തമ്മിൽ തന്നെ ഒരു ഐക്യമില്ലായ്മ മനസ്സിലായില്ല. അതായത് ഈ WCCക്ക് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ WCC അനുഭാവികളായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലോട്ട് വന്നിരിക്കുന്നു എന്നല്ലേ അത് പറയുന്നത്. അതിന്റെ പ്രവൃത്തി കൊണ്ടാണല്ലോ. ഞാൻ ഹേമ കമ്മിറ്റിയിൽ WCCയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഹേമ കമ്മിറ്റിയിൽ WCC സ്ഥാപക അംഗത്തിന് വലിയ വിമർശനം ഉണ്ടായി. അതെ അതെ. അപ്പോ WCC അംഗങ്ങൾ തള്ളി പറഞ്ഞില്ല, ചേർത്ത് പിടിച്ചു. WCC അംഗം തന്നെയാണ് പറഞ്ഞത് ഹേമ കമ്മിറ്റിയിൽ ഇവിടെ ഒരു ട്യൂഷനോ ഇല്ല. അതായത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് വേർതിരിവ് നമുക്ക് പറയാൻ പറ്റത്തില്ല, തിരിച്ചറിവ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ് WCCയുടെ അജണ്ട അജണ്ട എന്നുള്ളത് ഇപ്പൊ ഭാഗ്യലക്ഷ്മിക്ക് മനസ്സിലായി. WCC യഥാർത്ഥ അവർ പറഞ്ഞ് വെച്ച് ഉണ്ടാക്കിയ രീതിയിലുള്ള ഒരു അജണ്ടയല്ല. എല്ലാവരെയും അതിന് അനുകൂലമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്ത്രീകൾക്കിടെ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടിന് വേണ്ടി സ്ത്രീകൾക്ക് സിനിമാ ഫീൽഡിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് ഒത്താശ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഉണ്ടാവണമല്ലോ, സ്ത്രീകൾക്ക് അങ്ങനെ വരാൻ പാടില്ലല്ലോ. പക്ഷേ ഇപ്പം ഭാഗ്യലക്ഷ്മിക്ക് മനസ്സിലായി അതിന്റെ അജണ്ട അതൊന്നുമല്ല. ആ പേരും പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ഒരു സംഘടനയുടെ ബലം ഉപയോഗിച്ച് ചിലതിനെയൊക്കെ തകർക്കുന്നതിന് വേണ്ടി, ചില സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന്റെ തിരിച്ചറിവ് അവർക്കുണ്ടായപ്പോൾ സംസാരിച്ചു. അവരാണ് യഥാർത്ഥ സ്ത്രീ ആർജമുള്ളവർ. അവര് പിന്നെ ആൾക്കാരുടെ പണക്കം വരുമെന്ന് കണ്ടുകൊണ്ട് അവർ മാറിയൊന്നുമില്ല. എനിക്ക് നാളെ ഡബ് ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാവുന്നിരുന്നില്ല. അങ്ങനെ അവരാണ് നേതൃത്വം വരേണ്ടത്. അവർ പറയുന്നതാണ് ശരി. അവർ സമൂഹത്തിന്റെ ഭാഗമാണ്, സമൂഹത്തിന് വേണ്ടവരാണ് അവർ. അതെ, പലപ്പോഴും ഭാഗ്യലക്ഷ്മിയുടെ പല നിലപാടും കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. കാരണം ഭാഗ്യലക്ഷ്മി സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് പറ്റാവുന്ന രീതിയിൽ പറയുന്നതിൽ പലതിലും പ്രായോഗിക യുക്തി ഇല്ലെങ്കിലും പ്രായോഗിക ബുദ്ധി ഇല്ലെങ്കിൽ പോലും ആ നിലപാട് കേൾക്കുമ്പോൾ എനിക്ക് അവരുടെ ആ നിലപാടിൻ്റെ ഉദ്ദേശശുദ്ധിയുണ്ട്, അത് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണം കഥകിൽ മുട്ടി വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ, നിങ്ങൾക്ക് ആ ഫോൺ എടുത്തുകൂടെ, നിങ്ങൾക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തുകൂടെ, നിങ്ങൾക്ക് അത് കൊടുത്തുകൂടെ എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായിട്ട് അത് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി അപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. കാരണം ആ അകത്ത് നിൽക്കുന്ന ആ യുവതി ഉണ്ടല്ലോ, ആ അകത്ത് നിൽക്കുന്ന കഥവിൽ വന്ന് പുറത്തൊരാൾ മുട്ടുമ്പോൾ ആരാണ് മുട്ടുന്നത്, എന്തിനാണ് മുട്ടുന്നത്, കഥവ് ഞാൻ തുറന്നു കഴിഞ്ഞാൽ എന്താണ് എന്നെ ഇയാൾ ആക്രമിക്കൂ, ഇയാളുടെ ഉദ്ദേശം എന്താണ്, പല പല ചിന്തകളായിരിക്കും. അപ്പോൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ ഇനിയിപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, കഥവ് തുറക്കണമല്ലോ. അവൻ ലൈവ് സ്റ്റാർട്ട് ആക്രമിക്കാൻ വരുന്നവന് ലൈവ് എന്നോ അതൊന്നും ഒന്നുമില്ല. അവൻ ഫോൺ തട്ടി മാറ്റിയിട്ട് ആക്രമിക്കുക തന്നെ ചെയ്യും. അതിൽ ഭയന്നായിരിക്കും ചിലപ്പോൾ അവർ നിൽക്കുന്നത്, മനസ്സിലായില്ലേ. കഥവ് തുറക്കില്ല അവർ പോണെങ്കിൽ പോട്ടെ, അത്തരത്തിലൊരു സംഭവം പോണെങ്കിൽ പോട്ടെ എന്ന്. അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ച് ഭാഗ്യലക്ഷ്മിക്ക് അറിയാവുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ലൈവ് ഇടും. അതാണ് ഭാഗ്യലക്ഷ്മിക്ക് തയ്യാറെടുപ്പ് നടത്തി ലൈവ് ഇടും. അതിലൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. അതെ, ഭാഗ്യലക്ഷ്മി അങ്ങനെയാണ്. ചില എക്സ്ട്രീം കാര്യങ്ങളൊക്കെ ഭാഗ്യലക്ഷ്മി ചെയ്യും. ഭാഗ്യലക്ഷ്മിയുടെ അങ്ങേ അറ്റത്തെ കാര്യങ്ങൾ അതിലൊന്നായിരുന്നു നമ്മുടെ വിജയ് പി നായർ വീട്ടിൽ കയറി അവൻ അടി അടിച്ചത്. അപ്പൊ എന്റെ ഡൗട്ട് ഇതുപോലെ ആഷിഖ് കപൂറിനെ ഭാഗ്യലക്ഷ്മി വീട്ടിൽ കയറി അടിക്കണം. ചിലപ്പോ ഭാഗ്യലക്ഷ്മി അത് ചെയ്ത് പേടിയില്ല. കാരണം ഭാഗ്യലക്ഷ്മി ക്ലിയർ കട്ടാണ്, അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ നിലപാട് ഇപ്പൊ ഭാഗ്യലക്ഷ്മിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കണേ, വിജയ് പി നായരെ വീട്ടിൽ കയറി നിങ്ങൾ അടിക്കണം, നമുക്ക് പിന്നെ നിയമപരമായിട്ട് ഒതുക്കാൻ പല വഴികളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ, അതെ അതെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവര് ഓക്കെ. പക്ഷെ അവർക്ക് ആ പ്രായോഗിക ബുദ്ധിയിൽ തോന്നുന്നത് ഇവന് രണ്ടടി കൊടുക്കും, അവര് തന്നെ പോയി പത്രസമ്മേളനം നടത്തിയപ്പോൾ അവർ പറഞ്ഞതാ, എനിക്കറിയാം കേസ് വരുമെന്ന്. ഇവനെ അകത്ത് പിടിച്ചിട്ടാണ്, ഇവൻ 2 ദിവസം കഴിയുമ്പോൾ ഇറങ്ങി വരും. പക്ഷെ ഇവര് 2 അടിയുടെ ആവശ്യം വൃത്തിയായിട്ടുണ്ട്. അവൻ വൃത്തികേടാണ് സ്ത്രീകളെ പറ്റി പറഞ്ഞു തന്നു. ഇന്ന് ഇപ്പൊ രാവിലെ അവനവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്റെ അടുത്ത് ഒരു സംവിധായകനെ ഇതുപോലെ ഒരു കാര്യത്തിന് വന്നിട്ടുള്ള, അവനെ അന്നേരം തന്നെ കൊടുത്തു. ഇനി ഇതുവരെ വന്നിട്ടില്ല, ഞാൻ വളരെ കാലം കൊണ്ട് ഇരുന്നത്. അപ്പം പ്രതികരണ ശേഷി നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാൻ തയ്യാറായാലും ഒരുവിധപ്പെട്ടവർക്ക് പോകും. കാരണം ഇവരെല്ലാം മാന്യന്മാരാണ്. പിന്നെ അല്ലാത്ത സൈക്കോൾ ഉണ്ടാകും. അത് പക്ഷേ സിനിമാ ഫീൽഡിൽ സൈക്കോൾ കാണാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടിയുള്ള ധൈര്യം സ്ത്രീകൾ കൊടുക്കുന്നതിന് വേണ്ടി ഈ സ്ത്രീ തയ്യാറാവുന്നത്. എന്തുവരും ഭാഗ്യലക്ഷ്മി അവരുടെ നിലപാടിനോട് നമുക്ക് യോജിക്കുന്നുണ്ട്. അവര് കൃത്യമായ നിലപാടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള 100% അവരുടെ നിലപാടിനോട് കൂറ് പുലർത്തുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ആൾക്കാർ വരട്ടെ, സ്ത്രീകളുടെ ഉയർച്ചയ്ക്കും അവരുടെ കാര്യങ്ങൾ പറയുന്നത്.